ഹലോ ഗായ്സ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറൊരു പ്രധാന കാര്യം പറയാനാണ്. നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓടാൻ ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ വണ്ടി നിലവിൽ റെൻറ്റിന് വേറെ വിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഈ വണ്ടി ഉണ്ട്. ഇപ്പം ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊന്നും പറയണമല്ലോ. നമ്മൾ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. CNG പെട്രോൾ CNG ആണ് വണ്ടി. പിന്നെ 2024 വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. അതൊക്കെ നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. കണ്ടില്ലേ, സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ പുറം കാണാം. അതിൻ്റെ പ്രത്യേകത ഉണ്ട് ഈ വണ്ടിക്ക്. ഉണ്ടോ, ഇവിടെ ഒന്നും കുഴപ്പമില്ല. ആ ഇച്ചിരി ചെളിക്കകത്ത് ഞാൻ ചവിട്ടി, അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. കഴുകി കൊണ്ടുവരുന്ന എന്നും ഇങ്ങനെ ലുക്ക് കിട്ടും, അത് വേറെ കാര്യം. എൻ്റെ ക്യാമറയെ കിട്ടി നിങ്ങൾ നോക്കണ്ട, അതെൻ്റെ ക്യാമറയുടെയാണ്. ഞാൻ ഈ ചെളിക്കാൻ നീന്തി അകത്ത് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഞാൻ നിലവിൽ ഈ വണ്ടി വിടുകയാണ്, വേറെ ഒന്നുമില്ല. ഞാൻ കുറച്ചാൾ ഞാൻ നാട്ടിലായിരുന്നു പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോയിരുന്നത്. ഇപ്പം ഞാൻ അവിടെ കുറച്ച് നാൾ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കയറ്റി ഇടാനും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ തന്നെയാണ് ഓണറോട് വിളിച്ച് പറഞ്ഞ്, ചേട്ടാ ഈ നമുക്ക് വണ്ടി ഞാൻ ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം പുള്ളി പറഞ്ഞു, ചേട്ടാ എന്നാൽ ഒന്ന് ആഡ് ഇടാവോ എന്നോട് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത്. പുള്ളിയുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയുടെ അടി നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ, നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, എറണാകുളത്തുള്ളവരാണെങ്കിൽ മുൻഗണനയുണ്ട്. കാരണം നിങ്ങൾക്ക് എറണാകുളത്താകുമ്പോൾ വീട്ടിൽ പോകാനും കാര്യങ്ങൾക്കെല്ലാം എളുപ്പമുണ്ട്, വണ്ടി ഒതുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. റെൻറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം പുള്ളീനെ വിളിച്ചാൽ മതി, പറഞ്ഞു തരും പുള്ളിയുടെ നമ്പർ ഞാൻ കൂടെ വീഡിയോ ചേർക്കാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ, റെൻറ്റിന് നോക്കുന്നവർ, ഊബർ ഓടാനോ ഇതുപോലുള്ള ഓൺലൈൻ ടാക്സി ആയിട്ട് ഓടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാക്കേജ് ഇതിൻ്റെ രീതിയിൽ ഓടാനോ വണ്ടി റെൻറ്റിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാം. വണ്ടി നിലവിൽ അവൈലബിൾ ആണ്. വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമുള്ള വണ്ടിയല്ല, നല്ല നീറ്റ് വണ്ടിയാണ്. നിങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ, വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം വരുന്നുണ്ട് ഇറങ്ങുന്നതാണ്. ഞാൻ ഇനി എന്നാൽ തിരിച്ച് വരുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്തായാലും കുറച്ച് ഡിലേ ഉണ്ടാകും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ആണെങ്കിൽ പുള്ളി എനിക്ക് വേണ്ടി കയറ്റിയിട്ടേ. കാരണം വണ്ടി കയറ്റി ഇടാനും പറ്റുമല്ലോ, അങ്ങനെ ഓടാൻ പറ്റുമല്ലോ. പുള്ളി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം പുള്ളിക്ക് ഇതും കൂടെ അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, നൈസ് ഓണറാണ്. അത് നിങ്ങൾക്ക് പുള്ളിയെ വിളിച്ച് സംസാരിക്കാൻ മനസ്സിലാക്കിക്കോളും. നല്ല ഓണറാണ്, കുഴപ്പമൊന്നുമുള്ള മനുഷ്യനല്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മനുഷ്യത്വപരമായ ഇടപെടലൊക്കെ വേണ്ടി വന്നാൽ പുള്ളിക്ക് കുഴപ്പമൊന്നുമുള്ള മനുഷ്യനല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പുള്ളിയുടെ നമ്പർ ഞാൻ ആ വീഡിയോ ചേർത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പുള്ളി ഇട്ട് തരുന്നതായിരിക്കും. ഞാൻ ഇന്നെന്തായാലും നാട്ടിലേക്ക് ഇന്ന് വണ്ടി കയറാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഇന്നവിടെ ഒരു മരിപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് അതിനും പോകണം എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നാളെ പോകാമായിരുന്നു. മരിപ്പുള്ളതുകൊണ്ട് എനിക്ക് ഇന്ന് പോയേ പറ്റുള്ളൂ. എനിക്ക് അടുത്ത വേണ്ടപ്പെട്ട വീട്ടിലാണ് മരിപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നാട്ടിലേക്ക് വണ്ടി കയറും. നമ്മുടെ പ്രമേഷ് ബ്രോ വരുന്നുണ്ട്. അവൻ വന്ന് അവൻ മൂവാറ്റുപുഴയ്ക്കാണ് പോകണം. അപ്പോൾ അവൻ എന്നെ മൂവാറ്റുപുഴ ചടിച്ചു വിടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നാട്ടിൽ പോയിട്ട് കാണാം. ഞാനിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. വൈകുന്നേരം പോകുള്ളൂ, 4 മണിയൊക്കെ ആകുമ്പോഴേ പോകുള്ളൂ. ഇന്നിപ്പം ട്രിപ്പുകൾ കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഇറങ്ങിയതാണ്, കുഴപ്പമില്ല. എന്നാലും ട്രിപ്പുകളില്ല. അതുകൊണ്ട് വൈകുന്നേരം വരെ നിന്നിട്ട് ഞാൻ പോവുള്ളൂ. പ്രമേഷമായ ട്രിപ്പിലാണ്. അവൻ വരുമ്പോൾ അവൻ നിർത്താറാൻ വിളിക്കാമെന്ന് പറയാം. 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ പോകും. അപ്പോൾ ആ കൂടെ പോകണേ മൂവാറ്റുപുഴ പോയി ഇറങ്ങാം. അപ്പം അങ്ങനെ പ്ലാനിലായിരിക്കുന്നത്. ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ നോക്കുന്നുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് പുള്ളിയായിട്ട് വിളിച്ച് സംസാരിക്കുക.